ഹലോ, ഇന്ന് നമുക്കൊരു കടലക്കറിയുടെ റെസിപ്പി നോക്കാം. ഇതിനു വേണ്ടി ഞാൻ വെള്ളക്കടല സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു 4 മണിക്കൂർ. അത് കഴുകി വൃത്തിയാക്കി ഒരു കുക്കറിലേക്ക് ഇട്ട് അതിലേക്ക് ഒരു സവാള നീളത്തിലരിഞ്ഞതും ഒരു തക്കാളിയുടെ പകുതി അരിഞ്ഞതും പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക്, നമ്മളിതിൽ പച്ചമുളക് അല്ലാണ്ട് വേറൊന്നും ചേർക്കുന്നില്ല, അതും ഇട്ട് കൊടുത്ത് ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ 3 വെളുത്തുള്ളി ഫുള്ളായിട്ട് തന്നെയാണ് ഇട്ട് കൊടുത്ത് വെള്ളം ഒഴിച്ചിട്ട് വെച്ചിട്ട് നന്നായി ഇളക്കി അതൊന്ന് വേവിച്ചെടുക്കാം. ഇത് 5-6 വിസലിന് ശേഷം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. അതൊരു തവി വെച്ചിട്ട് ഇതുപോലെ നന്നായി ഒന്ന് ഉടച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് കറിച്ചട്ടി കാച്ചി വയ്ക്കണം. ഇതിന് വേണ്ടി ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് കുറച്ച് കടുകും വറ്റൽമുളക് ഇട്ട് കൊടുത്ത് പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമ്മൾ ഈ ഉടച്ചു വെച്ച കടല നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു 1/2 കപ്പ് രണ്ടാം തേങ്ങാപ്പാൽ ഒഴിച്ച് അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കാം. തിളവന്നതിന് ശേഷം അതിലേക്ക് 1/4 ഗ്ലാസ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ച് വെച്ച് നന്നായി മിക്സ് ചെയ്ത് ഇളക്കാം. ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.